അതിനെയൊന്നും ഈ ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടത് വെറും ഒരു വിമർശനം. എല്ലാം കഴിഞ്ഞിട്ട് നല്ല ആഹാരം കൊടുക്കുന്നില്ല എന്നൊരൊറ്റത്ത് പറയും. എന്നാൽ വൃത്തിയുള്ള ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കൂടിപ്പോയി എന്ന് പറയും. കൂടിപ്പോയി എന്ന് പറയണ്ട, അല്പം റേറ്റ് കൂടിയാലും നല്ല സാധനം കഴിക്കാനും ജീവിക്കാനും ആഗ്രഹിക്കാനും മലയാളി ആഗ്രഹിക്കുന്നത്. അപ്പോൾ 12:30 മണി മുതൽ ലഞ്ച് ടൈമാണ് 2 മണി വരെ. ഈ 2 മണിക്കെതിരെ എവിടെ കൂടെ പാസ് ചെയ്യുന്നോ അവിടെയുള്ള ലിസ്റ്റിൽപ്പെട്ട ഏത് ഹോട്ടലിലും നിർത്തും. വളരെ ഒരു ടോക്കൺ എന്ന നിലയിൽ KSRTCക്ക് ഈ ഹോട്ടൽ ഉടമ 100 രൂപ തന്നാൽ മതി. 100 രൂപ ഒരു ടോക്കണാണ്. നമസ്കാരം, കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ KB ഗണേഷ് കുമാർ, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹം വളരെ നല്ലൊരു മന്ത്രി തന്നെയാണ്. KSRTCയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ആ ഒരു തീരുമാനം എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി വേറൊന്നുമല്ല, ഇനി മുതൽ ദീർഘദൂര KSRTC ബസ്സുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ നിർത്തണമെങ്കിൽ അതൊക്കെ ഒരു മുന്തിയ ഹോട്ടലിൻ്റെ മുന്നിലായിരിക്കും. അതൊക്കെ ഒരു സാധാരണക്കാരനെ വെച്ച് ആലോചിക്കുമ്പോൾ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് കണ്ടറിയണം. നമ്മളെ പോലുള്ള സാധാരണക്കാർ എന്തിനാണ് KSRTC കൂടുതൽ ആശ്രയിക്കുന്നത്? ഒരൊറ്റ കാര്യമുള്ളൂ, മറ്റുള്ള പ്രൈവറ്റ് സർവീസുകളെ വെച്ചിട്ട് KSRTC എന്ന് പറയുന്നത് ചീപ്പാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ KSRTC ബസ്സുകൾ, ദീർഘദൂര സർവീസുകൾ നമ്മൾ ആശ്രയിക്കുന്നത്. എന്നാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഇതേപോലുള്ള മുന്തിയ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ നിർത്തുമ്പോൾ ഈ സാധാരണക്കാരെ നല്ല രീതിയിൽ അത് ബാധിക്കും. വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഫാമിലി, ഒരു അച്ഛനമ്മ 2 കുട്ടികളടങ്ങുന്ന ഒരു ഫാമിലി, ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ശരാശരി 400 രൂപ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 1600 രൂപ. അപ്പോൾ ഈ ഒരു വണ്ടി ഉച്ച സമയത്താണ് ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നതെങ്കിൽ എന്തൊക്കെ വന്നാലും ഒരു ഊണിന് 150 രൂപയോളം ചിലവായിരിക്കും, പ്ലസ് GST. ഈ 150 എന്ന് പറയുന്നത് ഈ മുന്തിയ ഹോട്ടലിലൊക്കെ ഒരു മീൽസിൻ്റെ റേറ്റാണ് ഈ പറയുന്നത്. സ്പെഷ്യല് വേറെ. അതല്ല, ഇനി ബിരിയാണിയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു സാധാരണ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന റേറ്റ് ആയിരിക്കില്ല ഈ ഹോട്ടലിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാൾ, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നല്ല ഭക്ഷണമൊക്കെ ലഭിക്കും. പിന്നെ KSRTC ബസ്സുകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം മാറ്റിവെക്കാൻ തുടങ്ങും. ചീപ്പ് ക്വാളിറ്റി സാധനങ്ങൾ ഹൈ റേറ്റിൽ വിളമ്പാൻ തുടങ്ങും. ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ ദീർഘദൂര സർവീസുകൾ ഓടുന്ന ബസ്സുകൾ നിർത്തുന്ന എല്ലാ ഹോട്ടലുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ഓരോ ഹോട്ടലുടമകളും പറഞ്ഞിരിക്കുന്നത് അറ്റ് എ ടൈം ഒരു ബസ് എന്നാണ്. ഒരു ബസ്സിൽ 42 സീറ്റ് ഉണ്ടെന്ന് കരുതുക. ഈ 42 സീറ്റിൽ 42 പേരും എന്തായാലും ഈ ഒരു വില കൊടുത്ത് കഴിക്കാൻ ചാൻസ് വളരെ കുറവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പോരാത്തതിന് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഭക്ഷണം സൗജന്യം. വണ്ടി ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്തുന്നതുകൊണ്ട് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഭക്ഷണം സൗജന്യം. പോരാത്തതിന് ആ ബസ് നിർത്തിയതിന് 100 രൂപ നോക്കുകൂലി വാങ്ങണം. എന്നിട്ട് അത് ഡിപ്പോയിൽ കൊണ്ട് അടയ്ക്കണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്രത്തോളം പ്രാവർത്തികമാകും? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 42 സീറ്റ് ബസ്സാണെന്നുണ്ടെങ്കിൽ ഈ 42 പേരും എന്തായാലും ഈ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. ഇനി ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ടിലാവുന്ന ആളുകൾ മാത്രമേ ഇത്രയും വില കൊടുത്ത് ഭക്ഷണം കഴിക്കത്തുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു 100 രൂപ KSRTC കൊടുക്കുകയും വേണം, കണ്ടക്ടർക്കും ഡ്രൈവർക്കുള്ള ഭക്ഷണം കൊടുക്കുകയും വേണം. ഈ അവർ കരുതുന്ന പോലെ യാത്രക്കാർ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്ലോപ്പ് ആകുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഞാൻ നമ്മുടെ ഗണേഷ് കുമാറിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം KSRTC സ്റ്റാൻഡുകളിലും അതേപോലെ തന്നെ KSRTC ക്യാൻറ്റീനുകളിലും നിങ്ങൾ നടപ്പാക്കാത്തത്? വൃത്തിയുള്ള ഒരു KSRTC സ്റ്റാൻഡ്, അതിനകത്ത് വൃത്തിയുള്ള നല്ലൊരു ക്യാൻറ്റീന്, ക്വാളിറ്റിയുള്ളൊരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി നിർത്തിക്കൂടെ? KSRTCക്ക് തലയുയർത്തിപ്പിടിച്ച് പറഞ്ഞുകൂടെ, ഞങ്ങളുടെ സ്റ്റാൻഡ്, ഞങ്ങളുടെ കംഫർട്ട് സ്റ്റേഷൻ, ഞങ്ങളുടെ ക്യാൻറ്റീൻ, ഞങ്ങളുടെ ഫുഡ്? എന്തുകൊണ്ട് KSRTCക്ക് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല? അപ്പോൾ പോക്കറ്റ് വീർക്കത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ കാശ് ചിലവില്ലാതെ പോക്കറ്റ് വീർക്കുന്ന പരിപാടിയാണിത്. ഒരു ബസ് ഒരു ഹോട്ടലിൽ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 രൂപ നോക്കുകൂലി. അപ്പോൾ ഒരു ദിവസം 10-20 ബസ്സുകൾ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ ആ ഹോട്ടൽ ഉടമ ഏകദേശം 2000 രൂപ
അല്ലെങ്കിൽ 1000 രൂപ നോക്കുകൂലിയായിട്ട് KSRTC കൊടുക്കണം. അങ്ങനെ എത്ര ദീർഘദൂര സർവീസുകളാണ് നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഓടുന്നത്. സാധാരണക്കാരന് ഒരിക്കലും അഫോർഡബിൾ ആയിരിക്കില്ല അവിടുത്തെ റേറ്റൊക്കെ. 150 രൂപ കൊടുത്ത് ഒരു ഊണ് കഴിക്കുന്നതും ഒരു 80 രൂപ കൊടുത്ത് ഒരു ഊണ് കഴിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച്. ചില KSRTC ബസ്സുകൾ നിർത്തുന്ന സ്ഥലം ചിലപ്പോൾ 1-2 ഹോട്ടലുകൾ ചേർന്നിട്ടുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കഴിക്കാം. പക്ഷേ ഇത്തരം ഹോട്ടലുകളിൽ നിർത്തുമ്പോൾ തൊട്ടടുത്ത് വേറെ ഹോട്ടലുകളൊന്നുമില്ല. അതുപോലത്തെ സ്ഥലങ്ങളാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഹോട്ടലിൽ നിർത്തുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. നല്ല വിശപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വന്നാലും ഈ ഹോട്ടലിനെ ആശ്രയിക്കുകയും ചെയ്യും, കളസം കീറുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഗണേഷ് കുമാറെ, നിങ്ങളുടെ തീരുമാനമൊക്കെ വളരെ നല്ലത്. നല്ല വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കണം, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് കൊടുക്കണം, വിശ്രമിക്കാൻ നല്ല വൃത്തിയുള്ള ഇടം കൊടുക്കണം. ഇതൊക്കെ നല്ലൊരു തീരുമാനം തന്നെയാണ്. പക്ഷേ അതിന് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വഴി അത് തെറ്റായിപ്പോയി. നിങ്ങളുടെ ഡിപ്പോകളിൽ, നിങ്ങളുടെ KSRTC സ്റ്റാൻഡിൽ തന്നെ നല്ല രീതിയിൽ പുരോഗമനം വരുത്തിക്കൊണ്ട് നല്ല നല്ല ക്യാൻറ്റീനുകൾ പണിതുകൊണ്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ പറയണ്ടായി ക്യാൻറ്റീൻ ടെൻഡറിനെ വെച്ചിട്ട് ആരും വന്ന് എടുത്തിട്ടില്ല എന്നുള്ളത്. ടെൻഡർ വിളിച്ചിട്ടില്ല, ടെൻഡർ ആരും എടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ ഗണേഷ് കുമാർ ഇപ്പോൾ പറയണ്ടേ. എങ്ങനെ എടുക്കും? വൃത്തിഹീനമായിട്ടുള്ള ക്യാൻറ്റീൻ്റെ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് ആരും ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുത്തില്ല. മനസ്സിലായില്ല? താല്പര്യപ്പെടില്ല. ഒരു വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്തിരുന്നിട്ട് ആരും ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടത്തില്ല. അപ്പോൾ നല്ല നല്ല ബിൽഡിങ്സ് ഉണ്ടാക്കി KSRTCനെ മുന്നോട്ട് കൊണ്ടുവരിക, നല്ല നല്ല ബിൽഡിങ്ങുകൾ പണിയുക, നല്ല നല്ല ക്യാൻറ്റീനുകൾ ഉണ്ടാക്കുക. എറണാകുളം സ്റ്റാൻഡ് നിങ്ങൾ എക്സാമ്പിളായിട്ട് എടുക്കുക. ഇത്രയും എന്താ പറയുക, ഒരു മെട്രോ സിറ്റിയാണ്. അവിടുത്തെ ഒരു സ്റ്റാൻഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതോ കുഗ്രാമത്തിലിരിക്കുന്ന ആർക്കും വേണ്ടാത്തൊരു സ്റ്റാൻഡ് പോലെയാണ് KSRTC ബസ് സ്റ്റാൻഡ് അവിടുത്തെ സ്റ്റാൻഡ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് പുതുക്കി പണിയാനൊരു പ്ലാനുമില്ല. അവിടെ പണിയുമ്പോൾ നമ്മുടെ തമ്പാനൂർ പണിതിട്ടുള്ള പോലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ഒരു KSRTC ബസ് സ്റ്റാൻഡ് എറണാകുളത്ത് അത്യാവശ്യം തന്നെയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നും വേണ്ട, അത്യാവശ്യം വൃത്തിയുള്ള ഒരു ബസ് സ്റ്റാൻഡ് അത്യാവശ്യമാണ്. അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാൻറ്റീൻ നടത്താം, ടെൻഡർ വിളിക്കാം, ധൈര്യമായിട്ട് ആൾക്കാർ വരും. കാരണം ആ പരിസരത്തൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ വളരെ മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അപ്പോൾ നല്ല രീതിയിൽ ക്യാൻറ്റീൻ നടത്തുന്ന, വിലക്കുറവിൽ നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്തായാലും വിജയിച്ചിരിക്കും. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം സാധാരണക്കാരെ അപേക്ഷിച്ചിട്ട് അവർക്ക് താങ്ങത്തില്ല. അവരുടെ കളസം കീറുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.